പ്രിയമുള്ള വിദ്യാർത്ഥികളെ, നമ്മൾ സെക്കൻഡ് ഇയർ മാത്തമാറ്റിക്സ് ടെക്സ്റ്റിലെ മൂന്നാമത്തെ ചാപ്റ്റർ നമുക്ക് പഠിക്കാം. മാട്രിസസ് എന്ന ചാപ്റ്ററാണ്. മാട്രിക്സ് ഓൾജിബ്ര വളരെ പ്രധാനപ്പെട്ടൊരു ബ്രാഞ്ച് ഓഫ് മാത്തമാറ്റിക്സ് ആണ്. ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉള്ള ഒരു ബ്രാഞ്ചാണ്. അത് നമുക്ക് പഠിച്ചു തുടങ്ങാം. ഫസ്റ്റ് ചാപ്റ്റർ മാട്രിസസിലേക്ക് പോകാം. ആദ്യം മാട്രിക്സിൻ്റെ ഡെഫിനിഷനാണ് പഠിക്കേണ്ടത്. എന്താണ് മാട്രിക്സ്? അതാണ് നമുക്ക് ആദ്യം പരിചയപ്പെടേണ്ടത്. മാട്രിക്സിൻ്റെ ഡെഫിനിഷൻ: എ മാട്രിക്സ് ഈസ് എ റെക്റ്റാങ്കുലർ അറേ ഓഫ് നമ്പേഴ്സ് അറേഞ്ച്ഡ് ഇൻ റോസ് ആൻഡ് കോളംസ്. മാട്രിക്സ് ഈസ് എ റെക്റ്റാങ്കുലർ അറേ ഓഫ് നമ്പേഴ്സ് അറേഞ്ച്ഡ് ഇൻ റോസ് ആൻഡ് കോളംസ്. ഇതാണ് മാട്രിക്സിൻ്റെ ഡെഫിനിഷൻ. മാട്രിക്സ് എന്ന് പറയുന്നത് ഒരു റെക്റ്റാങ്കുലർ അറേഞ്ച്മെൻറ്റ് ഓഫ് നമ്പേഴ്സ് ആണ്, അറേഞ്ച്ഡ് ഇൻ റോസ് ആൻഡ് കോളംസ്. മാട്രിസസ് ആർ ഡിനോട്ടഡ് ബൈ ക്യാപിറ്റൽ ലെറ്റേഴ്സ്. മാട്രിസസിനെ സൂചിപ്പിക്കാൻ നമ്മൾ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണ് ഉപയോഗിക്കുന്നത്. എ മാട്രിക്സ് വിത്ത് എം റോസ് ആൻഡ് എൻ കോളം, എം റോസ് ആൻഡ് എൻ കോളംസ് ഈസ് സെറ്റ് ടു ബി ഓഫ് ഓർഡർ എം ബൈ എൻ. എം റോസും എൻ കോളംസും ഉള്ള ഒരു മാട്രിക്സിൻ്റെ ഓർഡർ നമ്മൾ എം ബൈ എൻ എന്നാണ് പറയുന്നത്. എം ഇൻറ്റു എൻ എന്നാണ് എഴുതിയിരിക്കുന്നത്, വായിക്കേണ്ടത് എം ബൈ എൻ എന്നാണ്. അപ്പോൾ മാട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാട്രിക്സ് ഈസ് എ റെക്റ്റാങ്കുലർ അറേ ഓഫ് നമ്പേഴ്സ് അറേഞ്ച്ഡ് ഇൻ റോസ് ആൻഡ് കോളംസ്. മാട്രിക്സുകളെ സൂചിപ്പിക്കാൻ നമ്മൾ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണ് ഉപയോഗിക്കുന്നത്. എം റോസും എൻ കോളംസും ഉള്ള മാട്രിക്സിൻ്റെ ഓർഡർ നമ്മൾ എം ബൈ എൻ എന്ന് പറയും, എം ബൈ എൻ. മാട്രിക്സുകൾക്ക് ഉദാഹരണം പറയാം. ദ മാട്രിക്സ് 1 2 4 3 0 2 ഇതൊരു മാട്രിക്സ് ആണ്. ഈ മാട്രിക്സിന് ഞാൻ എ എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത്. ഈ മാട്രിക്സിന് 2 റോസ് ഉണ്ട്. ഈ ഹൊറിസോണ്ടൽ ലൈൻ ഓഫ് നമ്പേഴ്സിനെയാണ് നമ്മൾ റോസ് എന്ന് പറയുന്നത്. 2 റോസ് ഉണ്ട്, അതിന് 3 കോളംസ് ഉണ്ട്. വെർട്ടിക്കൽ ലൈൻ ഓഫ് നമ്പേഴ്സിനെയാണ് നമ്മൾ കോളംസ് എന്ന് പറയുന്നത്. 2 റോസും 3 കോളംസും ഉള്ളതുകൊണ്ട് ഇതിൻ്റെ ഓർഡർ നമ്മൾ 2/3 എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഓർഡർ പറയുമ്പോൾ റോസിൻ്റെ എണ്ണമാണ് ആദ്യം പറയേണ്ടത്, കോളംസിൻ്റെ എണ്ണം രണ്ടാമത് പറയണം. അപ്പോൾ ഈ മാട്രിക്സിന് 2 റോസ് ഉണ്ട്, 3 കോളംസ് ഉണ്ട്. അതുകൊണ്ട് ഈ മാട്രിക്സിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് 2/3 ആണ്. ഓർഡർ ഈ കോർണറിൽ എഴുതുകയാണെങ്കിൽ ഈ കോർണറിൽ എഴുതിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഓർഡർ എഴുതുമ്പോൾ അത് ഈ കോർണറിൽ എഴുതുക. ഞാൻ രണ്ടാമത്തെ ഉദാഹരണം, മാട്രിക്സിന് മറ്റൊരു ഉദാഹരണമാണ് എഴുതിയിരിക്കുന്നത്. മാട്രിക്സ് 3 4 2 -5 ഇതൊരു മാട്രിക്സ് ആണ്. ഈ മാട്രിക്സിനകത്ത് 2 റോസ് ഉണ്ട്. ഹൊറിസോണ്ടൽ ലൈൻ ഓഫ് നമ്പേഴ്സിനെയാണ് റോസ് എന്ന് പറയുന്നത്. 2 റോസ് ഉണ്ട്. അതുപോലെ വെർട്ടിക്കൽ ലൈൻ ഓഫ് നമ്പേഴ്സിനെയാണ് കോളംസ് എന്ന് പറയുന്നത്. 2 കോളംസ് ഉണ്ട്. അപ്പോൾ ഈ മാട്രിക്സിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് 2/2 ആണ്, 2/2. ഈ മാട്രിക്സിന് ഞാൻ ബി എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത്. അനദർ എക്സാമ്പിൾ, മാട്രിക്സ് -1 2. ഈ മാട്രിക്സിന് നമ്മൾ സി എന്ന് പേര് കൊടുത്തിരിക്കുന്നു. ഈ മാട്രിക്സിന് നമ്മൾ സി എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത്. ഈ മാട്രിക്സിൻ്റെ റോസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 2 ആണ്. 2 റോസ് ഉണ്ട്, 1 കോളം ഉണ്ട്. 2 റോസും 1 കോളവും ഉണ്ട്. അതുകൊണ്ട് ഈ മാട്രിക്സിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് 2/1 ആണ്, 2/1. അപ്പോൾ മാട്രിക്സ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. മാട്രിക്സ് ഈസ് എ റെക്റ്റാങ്കുലർ അറേ ഓഫ് നമ്പേഴ്സ് അറേഞ്ച്ഡ് ഇൻ റോസ് ആൻഡ് കോളംസ്. മാട്രിക്സുകളെ സൂചിപ്പിക്കാൻ നമ്മൾ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണ് ഉപയോഗിക്കുന്നത്. എം റോസും എൻ കോളംസും ഉള്ള മാട്രിക്സിൻ്റെ ഓർഡർ നമ്മൾ എം ബൈ എൻ എന്ന് പറയും, എം ബൈ എൻ. എം ഇൻറ്റു എൻ എന്നാണ് എഴുതിയിരിക്കുന്നത്, പക്ഷേ വായിക്കേണ്ടത് എം ബൈ എൻ എന്നാണ്. ഇനി നമുക്ക് വിവിധ തരം മാട്രിക്സുകളെ പരിചയപ്പെടാം. ടൈപ്സ് ഓഫ് മാട്രിസസ്. അതിൽ ആദ്യത്തത് റെക്റ്റാങ്കുലർ മാട്രിക്സ് ആണ്. റെക്റ്റാങ്കുലർ മാട്രിക്സിൻ്റെ ഡെഫിനിഷൻ ശ്രദ്ധിക്കുക. എ മാട്രിക്സ് ഈസ് കോൾഡ് എ റെക്റ്റാങ്കുലർ മാട്രിക്സ് ഇഫ് നമ്പർ ഓഫ് റോസ് ആൻഡ് നമ്പർ ഓഫ് കോളംസ് ആർ നോട്ട് ഈക്വൽ. ഒരു മാട്രിക്സിനെ നമ്മൾ റെക്റ്റാങ്കുലർ മാട്രിക്സ് എന്ന് വിളിക്കണമെങ്കിൽ ആ മാട്രിക്സിൻ്റെ റോസിൻ്റെ എണ്ണവും കോളംസിൻ്റെ എണ്ണവും ഡിഫറൻ്റ് ആയിരിക്കണം. ഞാനിവിടെ 3 മാട്രിക്സുകൾക്ക് ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ആദ്യത്തെ മാട്രിക്സിൻ്റെ റോസിൻ്റെ എണ്ണം 2 ആണ്. 2 റോസ് ഉണ്ട്, 3 കോളംസ് ഉണ്ട്. അപ്പോൾ റോസിൻ്റെ എണ്ണവും കോളംസിൻ്റെ എണ്ണവും വ്യത്യസ്തമാണ്, ഡിഫറൻ്റ് ആണ്. അതുകൊണ്ട് ഇത് റെക്റ്റാങ്കുലർ മാട്രിക്സ് ആണ്. ഇവിടെ റോസിൻ്റെ എണ്ണവും, സെക്കൻഡ് എക്സാമ്പിൾ, അത് റോസിൻ്റെ എണ്ണവും കോളംസിൻ്റെ എണ്ണവും തുല്യമാണ്. അതുകൊണ്ട് ഇത് റെക്റ്റാങ്കുലർ മാട്രിക്സ് അല്ല. സി എന്ന് പറയും, ഇവിടെയും റോസിൻ്റെ എണ്ണവും കോളംസിൻ്റെ എണ്ണവും ഡിഫറൻ്റ് ആണ്. അപ്പോൾ സി എന്ന് പറയുന്നത് റെക്റ്റാങ്കുലർ മാട്രിക്സ് ആണ്. ഇനി അടുത്തത് നമുക്ക് അടുത്ത ഡെഫിനിഷൻ സ്ക്വയർ മാട്രിക്സിൻ്റെയാണ്. സ്ക്വയർ മാട്രിക്സ് ഡിഫൈൻ ചെയ്യാൻ പോവുകയാണ്. എ മാട്രിക്സ് ഈസ് കോൾഡ് എ സ്ക്വയർ മാട്രിക്സ് ഇഫ് നമ്പർ ഓഫ് റോസ് ആൻഡ് നമ്പർ ഓഫ് കോളംസ് ആർ ഈക്വൽ. ഒരു മാട്രിക്സിൻ്റെ റോസിൻ്റെ എണ്ണവും കോളംസിൻ്റെ എണ്ണവും തുല്യമാണെങ്കിൽ നമ്മൾ ആ മാട്രിക്സിനെ ഒരു സ്ക്വയർ മാട്രിക്സ് എന്നാണ് പറയുന്നത്. എ സ്ക്വയർ മാട്രിക്സ് ഓഫ് ഓർഡർ n ബൈ n ഈസ് സെറ്റ് ടു ബി ഓഫ് ഓർഡർ n. ഒരു സ്ക്വയർ മാട്രിക്സിൻ്റെ ഓർഡർ n/n ആണെങ്കിൽ നമ്മൾ ചുരുക്കി പറയും എ ഈസ് എ സ്ക്വയർ മാട്രിക്സ് ഓഫ് ഓർഡർ n/n എന്ന് എഴുതുന്നതിന് പകരം നമ്മൾ ചുരുക്കി പറയും എ ഈസ് എ സ്ക്വയർ മാട്രിക്സ് ഓഫ് ഓർഡർ n എന്ന് പറയും.
സ്ക്വയർ മാട്രിക്സിന് ഒരു ഉദാഹരണമാണ് താഴെ എഴുതിയിരിക്കുന്നത്. മാട്രിക്സ് 3 4 1 2 -1 1 1 2 4. ഈ എഴുതിയിരിക്കുന്നത് ഒരു സ്ക്വയർ മാട്രിക്സ് ആണ്. അതിന് ഞാൻ എ എന്ന് പേര് കൊടുത്തിരിക്കുന്നു. ഈ മാട്രിക്സിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് 3/3 ആണ്. അതുകൊണ്ട് നമ്മൾ ചുരുക്കി പറയും എ ഈസ് എ സ്ക്വയർ മാട്രിക്സ് ഓഫ് ഓർഡർ 3 എന്ന് പറയും. എ ഈസ് എ സ്ക്വയർ മാട്രിക്സ് ഓഫ് ഓർഡർ 3/3 എന്ന് പറയുന്നതിന് പകരം നമ്മൾ കുറച്ചുകൂടെ ചുരുക്കി പറയും എ ഈസ് എ സ്ക്വയർ മാട്രിക്സ് ഓഫ് ഓർഡർ 3 എന്ന് പറയും. ഈ ലൈൻ ഓഫ് നമ്പേഴ്സിനെയാണ് ആ മാട്രിക്സിൻ്റെ മെയിൻ ഡയഗണൽ എന്നാണ് പറയുന്നത്. ഈ ലൈൻ ഓഫ് നമ്പേഴ്സിനെയാണ് നമ്മൾ ആ മാട്രിക്സിൻ്റെ മെയിൻ ഡയഗണൽ എന്ന് പറയുന്നത്. മെയിൻ ഡയഗണൽ. ഇപ്പുറത്തൊരു ഡയഗണൽ ഉണ്ട്, അതിന് ഓഫ് ഡയഗണൽ എന്നാണ് പറയുന്നത്. പക്ഷേ നമ്മുടെ ഡിസ്കഷനകത്ത് മെയിൻ ഡയഗണലാണ് ഇമ്പോർട്ടൻസ്. അതുകൊണ്ട് മെയിൻ ഡയഗണൽ ഈ ലൈൻ ഓഫ് നമ്പേഴ്സിനെയാണ് ഈ മാട്രിക്സിൻ്റെ മെയിൻ ഡയഗണൽ എന്ന് പറയുന്നത്. അപ്പോൾ മാട്രിക്സ് എന്താണെന്ന് പറഞ്ഞു, റെക്റ്റാങ്കുലർ മാട്രിക്സ് എന്താണെന്ന് പറഞ്ഞു, സ്ക്വയർ മാട്രിക്സ് എന്താണെന്ന് പറഞ്ഞു. ഇനി അടുത്ത ഡെഫിനിഷനിലേക്ക് നമുക്ക് പോകാം. അടുത്ത ഡെഫിനിഷൻ ഡയഗണൽ മാട്രിക്സ് ആണ്. എ സ്ക്വയർ മാട്രിക്സ് ഹാവിംഗ് നോൺ സീറോ എൻട്രീസ് ഇൻ ദ മെയിൻ ഡയഗണൽ ആൻഡ് സീറോസ് എൽസ്വെയർ ഈസ് കോൾഡ് എ ഡയഗണൽ മാട്രിക്സ്. ഇതാണ് ഡയഗണൽ മാട്രിക്സിൻ്റെ ഡെഫിനിഷൻ. ഡയഗണൽ മാട്രിക്സ് എന്ന് പറയുന്നത് ഒരു സ്ക്വയർ മാട്രിക്സ് ആണ്, ഹാവിംഗ് നോൺ സീറോ എൻട്രീസ് ഇൻ ദ മെയിൻ ഡയഗണൽ ആൻഡ് സീറോസ് എൽസ്വെയർ. ഒരു ഡയഗണൽ മാട്രിക്സ് എന്ന് പറയുമ്പോൾ അതൊരു സ്ക്വയർ മാട്രിക്സ് ആയിരിക്കും. അതിൻ്റെ മെയിൻ ഡയഗണലിൽ നോൺ സീറോ എൻട്രീസ് ആയിരിക്കും വരേണ്ടത്, ബാക്കി എല്ലാ എൻട്രീസും സീറോസ് ആയിരിക്കണം. ഡയഗണൽ മാട്രിക്സിന് ഒരു ഉദാഹരണമാണ് താഴെ എഴുതിയിരിക്കുന്നത്. മാട്രിക്സ് 3 0 0 0 2 0 0 0 4. ഇത് ഡയഗണൽ മാട്രിക്സ് ആണ്. ഇതൊരു സ്ക്വയർ മാട്രിക്സ് ആണ്. മെയിൻ ഡയഗണലിൽ നോൺ സീറോ എൻട്രീസ് ആണ് വരുന്നത്, ബാക്കി എല്ലായിടത്തും സീറോസ് ആണ്. അതുകൊണ്ട് ഇതൊരു ഡയഗണൽ മാട്രിക്സ് ആണ്. ഈ മാട്രിക്സിന് ഞാൻ എ എന്ന് പേര് കൊടുത്തിരിക്കുന്നു. എ എന്ന ഈ ഡയഗണൽ മാട്രിക്സിൻ്റെ ഷോർട്ട് ഫോം ഇതാണ്. അത് ചുരുക്കി എഴുതുന്നത് ഇങ്ങനെയാണ്, ഡയഗ് DIAG. ഡയഗ് ആ മെയിൻ ഡയഗണലിൽ വരുന്ന ആൾക്കാരെ മാത്രം എഴുതുക, 3 2 4. അപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന ഡയഗണൽ മാട്രിക്സിൻ്റെ ഷോർട്ട് ഫോം ഇതാണ്, ഡയഗ് 3 2 4. അടുത്ത ഡെഫിനിഷനിലേക്ക് പോകാം. സ്കാലാർ മാട്രിക്സ്. എ സ്ക്വയർ മാട്രിക്സ് ഹാവിംഗ് equal non-zero entries in the main diagonal and zeros elsewhere is called a scalar matrix. സ്കാലാർ മാട്രിക്സിൻ്റെ ഡെഫിനിഷൻ ഇതാണ്. സ്കാലാർ മാട്രിക്സ് എന്ന് പറയുന്നത് സ്ക്വയർ മാട്രിക്സ് ഹാവിംഗ് ഈക്വൽ നോൺ സീറോ എൻട്രീസ് ഇൻ ദ മെയിൻ ഡയഗണൽ ആൻഡ് സീറോസ് എൽസ്വെയർ ഈസ് കോൾഡ് എ സ്കാലാർ മാട്രിക്സ്. ഇതാണ് സ്കാലാർ മാട്രിക്സിൻ്റെ ഡെഫിനിഷൻ. സ്കാലാർ മാട്രിക്സ് എന്ന് പറയുമ്പോൾ അതൊരു സ്ക്വയർ മാട്രിക്സ് ആയിരിക്കണം. ആ സ്ക്വയർ മാട്രിക്സിൻ്റെ മെയിൻ ഡയഗണലിൽ ഈക്വൽ നോൺ സീറോ എൻട്രീസ് വരണം, ബാക്കി എല്ലാവരും സീറോസ് ആയിരിക്കണം. സ്കാലാർ മാട്രിക്സിൻ്റെ ഉദാഹരണം എ സമം മാട്രിക്സ് 5 0 0 5. ഇതൊരു സ്ക്വയർ മാട്രിക്സ് ആണ്. മെയിൻ ഡയഗണലിൽ ഈക്വൽ നോൺ സീറോ എൻട്രീസ് ആണ് വരുന്നത്, ബാക്കി എല്ലായിടത്തും സീറോസ് ആണ് വരുന്നത്. അതുകൊണ്ട് ഇതൊരു സ്കാലാർ മാട്രിക്സ് ആണ്. ഇപ്പോൾ സ്കാലാർ മാട്രിക്സ് പറഞ്ഞു കഴിഞ്ഞു. അടുത്തത് യൂണിറ്റ് മാട്രിക്സ് അഥവാ ഐഡൻറ്റിറ്റി മാട്രിക്സ്. മാട്രിക്സ് ഓൾജിബ്രയിൽ, മാട്രിക്സ് തിയറിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മാട്രിക്സ് ആണ് ഈ യൂണിറ്റ് മാട്രിക്സ് എന്ന് പറയുന്നത്. യൂണിറ്റ് മാട്രിക്സ് അഥവാ ഐഡൻറ്റിറ്റി മാട്രിക്സിൻ്റെ നിർവചനം പറയാം. എ സ്ക്വയർ മാട്രിക്സ് ഹാവിംഗ് once in the main diagonal and zeros elsewhere is called a unit matrix. A unit matrix of order n by n is denoted by in. A square matrix having once in the main diagonal and zeros elsewhere is called a unit matrix. ഇപ്പോൾ യൂണിറ്റ് മാട്രിക്സ് എന്ന് പറയുന്നത് ഒരു സ്ക്വയർ മാട്രിക്സ് ആയിരിക്കും. അതിൻ്റെ മെയിൻ ഡയഗണലിൽ വണ്ണുകളായിരിക്കും വരേണ്ടത്, ബാക്കി എല്ലായിടത്തും സീറോസ് ആയിരിക്കും വരേണ്ടത്. ഇപ്പോൾ ഒരു യൂണിറ്റ് മാട്രിക്സ് എന്ന് പറഞ്ഞാൽ അതൊരു സ്ക്വയർ മാട്രിക്സ് ആയിരിക്കും. അതിൻ്റെ മെയിൻ ഡയഗണലിൽ വൺസ് വരണം, വണ്ണുകൾ വരണം, ബാക്കി എല്ലായിടത്തും സീറോസ് വരണം. ഓർഡർ n by n ഉള്ള ഒരു യൂണിറ്റ് മാട്രിക്സിനെ ഡിനോട്ട് ചെയ്യുന്ന സിമ്പൽ in എന്നാണ്. in. അപ്പോൾ I1 എന്ന് പറയുമ്പോൾ താണ്ട് ഈ യൂണിറ്റ് മാട്രിക്സ് ആണ്, മാട്രിക്സ് 1 ആണ്. I2 എന്ന് പറയുന്നത് ഈ യൂണിറ്റ് മാട്രിക്സ് ആണ്, 1 0 0 1. I3 എന്ന് പറയുന്നത് ഈ യൂണിറ്റ് മാട്രിക്സ് ആണ്, 1 0 0 0 1 0 0 0 1. യൂണിറ്റ് മാട്രിക്സുകൾക്ക് നമ്മുടെ ഡിസ്കഷനകത്ത് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്, അത് ഓർത്തിരിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് യൂണിറ്റ് മാട്രിക്സ് ഓർത്തിരിക്കുക നിങ്ങൾ. അടുത്ത ഡെഫിനിഷൻ സീറോ മാട്രിക്സ് ആണ് അഥവാ നൾ മാട്രിക്സ്. സീറോ മാട്രിക്സിൻ്റെ ഡെഫിനിഷനിലേക്ക് പോകാം. എ മാട്രിക്സ് ഹൂസ് എൻട്രീസ് ആർ ഓൾ സീറോസ് ഈസ് കോൾഡ് എ സീറോ മാട്രിക്സ്. എ സീറോ മാട്രിക്സ് ഈസ് ഡിനോട്ടഡ് ബൈ ക്യാപിറ്റൽ O. ഒരു മാട്രിക്സിലെ എല്ലാ എൻട്രീസും സീറോസ് ആണെങ്കിൽ നമ്മൾ ആ മാട്രിക്സിനെ നമ്മൾ സീറോ മാട്രിക്സ് എന്നാണ് പറയുന്നത്. ഒരു മാട്രിക്സിലെ എല്ലാ എൻട്രീസും സീറോസ് ആണെങ്കിൽ നമ്മൾ ആ മാട്രിക്സിനെ നമ്മളൊരു സീറോ മാട്രിക്സ് എന്നാണ് പറയുന്നത്. സീറോ മാട്രിക്സിന് നമുക്ക് ഉദാഹരണം പറയാം. സീറോ മാട്രിക്സിന് ഉദാഹരണം ശ്രദ്ധിക്കുക. മാട്രിക്സ് 0 0 0 0. ഇവിടെ എല്ലാ എൻട്രീസും സീറോസ് ആണ്, അതുകൊണ്ട് ഇതൊരു സീറോ മാട്രിക്സ് ആണ്. അതുപോലെ മാട്രിക്സ് 0 0 0 0, മാട്രിക്സ് 0 0 0 0 0 0. ഇതും ഒരു
സീറോ മാട്രിക്സ് ആണ്. കാരണം ഇവിടെ എല്ലാ എൻട്രീസും സീറോസ് ആണ്. അങ്ങനെ എല്ലാ എൻട്രീസും സീറോസ് ആയിട്ട് വരുന്ന മാട്രിക്സിനെയാണ് നമ്മൾ സീറോ മാട്രിക്സ് എന്ന് പറയുന്നത്. അടുത്ത ഡെഫിനിഷനിലേക്ക് പോകാം. കോളം മാട്രിക്സ്. എ മാട്രിക്സ് ഹാവിങ് ഓൺലി വൺ കോളം ഈസ് കോൾഡ് എ കോളം മാട്രിക്സ്. ഒറ്റ കോളം മാത്രമുള്ള മാട്രിക്സിനെയാണ് നമ്മൾ കോളം മാട്രിക്സ് എന്ന് പറയുന്നത്. ഒരു കോളം മാത്രമുള്ള മാട്രിക്സിനെയാണ് നമ്മൾ കോളം മാട്രിക്സ് എന്ന് പറയുന്നത്. കോളം മാട്രിക്സിന് ഉദാഹരണം മാട്രിക്സ് A is equal to മാട്രിക്സ് 2 -1 3. ഇതിന് ഒരു കോളം മാത്രമേ ഉള്ളൂ. ഒരു കോളം മാത്രമുള്ള മാട്രിക്സിനെയാണ് നമ്മൾ കോളം മാട്രിക്സ് എന്ന് പറയുന്നത്. ഈ മാട്രിക്സിൻ്റെ ഓർഡർ നമുക്ക് നോക്കാം. ഓർഡർ പറയുമ്പോൾ ആദ്യം റോസിൻ്റെ എണ്ണമാണ് പറയേണ്ടത്. ഇവിടെ റോസിൻ്റെ എണ്ണം 1 2 3 റോസും ഒരു കോളമാണുള്ളത്. ഇപ്പോൾ ഇതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് 3/1 ആണ്. 3/1 ഓർഡർ എഴുതുകയാണെങ്കിൽ ഈ കോർണറിൽ എഴുതുക, എഴുതിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അടുത്ത ഡെഫിനിഷൻ റോ മാട്രിക്സ് ആണ്. എ മാട്രിക്സ് ഹാവിങ് ഓൺലി വൺ റോ ഈസ് കോൾഡ് എ റോ മാട്രിക്സ്. ഒറ്റ റോ മാത്രമുള്ള മാട്രിക്സിനെയാണ് നമ്മൾ റോ മാട്രിക്സ് എന്ന് പറയുന്നത്. ഉദാഹരണം എ സമം മാട്രിക്സ് 2 4 -3. എ സമം മാട്രിക്സ് 2 4 -3. ഇവിടെ ഒറ്റ റോ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഇതൊരു റോ മാട്രിക്സ് ആണ്. ഇവിടെ ഒരു റോയും 3 കോളംസും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് 1/3 ആണ്. ഈ മാട്രിക്സിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് 1/3 ആണ്. ഇനി നമ്മൾ മാട്രിക്സ് ഇക്വാളിറ്റി ഡിഫൈൻ ചെയ്യാൻ പോവുകയാണ്. ഈക്വൽ മാട്രിസസ് എന്താണെന്ന് ഡിഫൈൻ ചെയ്യാൻ പോവുകയാണ്. ഇക്വാളിറ്റി ഓഫ് മാട്രിസസ്. Two matrices A and B are said to be equal if they have same order and corresponding entries are also equal. ഇങ്ങനെയാണ് മാട്രിക്സ് ഇക്വാളിറ്റി ഡിഫൈൻ ചെയ്യുന്നത്. ഏതൊരു മാത്തമാറ്റിക്കൽ ഓബ്ജക്റ്റ് നമ്മൾ ഡിഫൈൻ ചെയ്യുമ്പോഴും ആദ്യം അതിൻ്റെ ഇക്വാളിറ്റി ഡിഫൈൻ ചെയ്തിട്ടേ മുന്നോട്ട് പോകാവൂ. പണ്ട് സെറ്റ് പഠിച്ചപ്പോൾ നമ്മൾ സെറ്റ് ഇക്വാളിറ്റി ഡിഫൈൻ ചെയ്തായിരുന്നു. ഫംഗ്ഷൻ പഠിച്ചപ്പോൾ ഫംഗ്ഷൻ ഇക്വാളിറ്റി ഡിഫൈൻ ചെയ്തായിരുന്നു. അതുപോലെ ഇവിടെ മാട്രിക്സ് ഇക്വാളിറ്റി നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോവുകയാണ്. രണ്ട് മാട്രിക്സുകൾ എയും ബിയും തുല്യമെന്ന് പറയണമെങ്കിൽ, ഈക്വൽ എന്ന് പറയണമെങ്കിൽ അവരുടെ ഓർഡർ സെയിം ആയിരിക്കണം, കൂടാതെ കറസ്പോണ്ടിങ് എൻട്രീസ് സെയിം ആയിരിക്കണം. രണ്ട് മാട്രിക്സുകൾ തുല്യമെന്ന് പറയണമെങ്കിൽ അവരുടെ ഓർഡർ സെയിം ആയിരിക്കണം, കൂടാതെ കറസ്പോണ്ടിങ് എൻട്രീസും സെയിം ആയിരിക്കണം. ഉദാഹരണം എ എന്ന് പറഞ്ഞ മാട്രിക്സ് ഇതാണെന്നിരിക്കട്ടെ. മാട്രിക്സ് 1/10 2/10 3/10 4/10 ആണെന്നിരിക്കട്ടെ. ബി എന്ന മാട്രിക്സ് ഇതാണെന്നിരിക്കട്ടെ. മാട്രിക്സ് 0.1 0.2 0.3 0.4. ഈ രണ്ട് മാട്രിക്സുകളുടെ ഓർഡർ സെയിം ആണ്, കാരണം ഇത് രണ്ടിൻ്റെയും ഓർഡർ 2/2 ആണ്. ഇവിടെ ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെൻറ്റ് 1/10 ആണ്. 1/10 ഇവിടുത്തെ ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെൻറ്റ് എന്ന് പറഞ്ഞാൽ 0.1 ആണ്. ഇത് രണ്ട് ഈക്വലാന്ന് നമുക്കറിയാം. 1/10 ഈസ് ഈക്വൽ ടു 0.1 ആണ്. അതുപോലെ ഫസ്റ്റ് റോയിലെ സെക്കൻഡ് എൻട്രി ഇവിടുത്തെ ഫസ്റ്റ് റോയിലെ സെക്കൻഡ് എൻട്രിയും ഈക്വൽ ആണ്. അതുപോലെ ഇവിടുത്തെ സെക്കൻഡ് റോയിലെ ഫസ്റ്റ് എൻട്രിയും ഇവിടുത്തെ സെക്കൻഡ് റോയിലെ ഫസ്റ്റ് എൻട്രിയും ഈക്വൽ ആണ്. അതുപോലെ ഇവിടുത്തെ സെക്കൻഡ് റോയിലെ സെക്കൻഡ് എൻട്രിയും ഇവിടുത്തെ സെക്കൻഡ് റോയിലെ സെക്കൻഡ് എൻട്രിയും തുല്യമാണ്. അതുകൊണ്ട് ഈ രണ്ട് മാട്രിക്സുകൾ തുല്യമാണ്. അപ്പോൾ എ ഈസ് ഈക്വൽ ടു ബി ആണ്. അപ്പോൾ മാട്രിക്സ് ഇക്വാളിറ്റി നിങ്ങൾ ഓർത്തിരിക്കണം. രണ്ട് മാട്രിക്സുകൾ തുല്യമെന്ന് പറയണമെങ്കിൽ കണ്ടീഷൻ ഇതാണ്: അവരുടെ ഓർഡർ സെയിം ആയിരിക്കണം, കൂടാതെ കറസ്പോണ്ടിങ് എൻട്രീസും തുല്യമായിരിക്കണം. ഇനി നമ്മൾ മാട്രിക്സ് സിസ്റ്റത്തിൽ അഡിഷൻ ഡിഫൈൻ ചെയ്യാൻ പോകണം. മാട്രിക്സിൻ്റെ വേൾഡിൽ നമ്മൾ അഡിഷൻ ഡിഫൈൻ ചെയ്യാൻ പോകണം. ഇപ്പോൾ മാട്രിക്സ് അഡിഷൻ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ. മാട്രിക്സ് അഡിഷൻ: ഇഫ് എ ആൻഡ് ബി ആർ ടു മാട്രിസസ് ഓഫ് സെയിം ഓർഡർ m/n, then a plus b is defined as a matrix of order m/n obtained by adding corresponding entries of a and b. A plus b is also called a sum matrix. അതിനെ സം മാട്രിക്സ് എന്നാണ് പറയുന്നത്. ശ്രദ്ധിക്കുക, എയും ബിയും ഒരേ ഓർഡറുള്ള രണ്ട് മാട്രിക്സുകളാണെന്നിരിക്കട്ടെ. അവൻ്റെ എയുടെ ഓർഡർ m/n ആണെന്നിരിക്കട്ടെ, ബിയുടെ ഓർഡറും m/n ആണെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ എ പ്ലസ് ബി എന്താണെന്ന് ഡിഫൈൻ ചെയ്യാൻ പോവാണ്. എ പ്ലസ് ബി ഈസ് ഓൾസോ ഡിഫൈൻഡ് ആസ് എ മാട്രിക്സ്. അത് ഒരു മാട്രിക്സ് ആയിട്ട് തന്നെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ഒബ്റ്റൈൻഡ് ബൈ ആഡിങ് കറസ്പോണ്ടിങ് എൻട്രീസ് ഓഫ് എ ആൻഡ് ബി. ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്കിത് കുറച്ചുകൂടെ വ്യക്തമാവും. ഇപ്പോൾ എയും ബിയും ഒരേ ഓർഡറുള്ള രണ്ട് മാട്രിക്സുകളാണെങ്കിൽ എ പ്ലസ് ബി ഈസ് ഓൾസോ ഡിഫൈൻഡ് ആസ് എ മാട്രിക്സ് ആൻഡ് ദറ്റ് മാട്രിക്സ് ഈസ് ഒബ്റ്റൈൻഡ് ബൈ ആഡിങ് കറസ്പോണ്ടിങ് എൻട്രീസ് ഓഫ് എ ആൻഡ് ബി. നമുക്ക് എക്സാമ്പിളിലേക്ക് പോകാം. എ എന്ന മാട്രിക്സ് ഇതാണെന്നിരിക്കട്ടെ. മാട്രിക്സ് 2 3 4 -1 3 1. ബി ഈസ് ഈക്വൽ ടു മാട്രിക്സ് 3 6 2 2 -1 3. ഈ രണ്ടും ഒരേ ഓർഡറുള്ള രണ്ട് മാട്രിക്സുകളാണ്. രണ്ടുപേരുടെ ഓർഡർ 2/3 ആണ്. 2/3 ആണ്. ഈ മാട്രിക്സുകളുടെ രണ്ട് മാട്രിക്സിൻ്റെ സം സൂചിപ്പിക്കുന്ന സിമ്പൽ എ പ്ലസ് ബി എന്നാണ്. അത് ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഒരു മാട്രിക്സ് ആയിട്ടാണ്. ആ മാട്രിക്സിനകത്ത് വരുന്ന എലമെൻറ്റ്സ് എന്ന് പറഞ്ഞ് എലമെൻറ്റ്സ് കിട്ടാൻ വേണ്ടി എയിലെയും ബിയിലെയും കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് ആഡ് ചെയ്താൽ മതി. എ പ്ലസ് ബിയിലെ എലമെൻറ്റ്സ് കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ എൻട്രീസ് കിട്ടാൻ വേണ്ടി എയിലെയും ബിയിലെയും കറസ്പോണ്ടിങ് എൻട്രീസ് ആഡ് ചെയ്താൽ മതി. അപ്പോൾ എ പ്ലസ് ബി എന്ന മാട്രിക്സ് ഇതാണ്. 2 + 3 5, 3 + 6 9, 4 + 2 6, -1 + 2 that is 1, 3 + -1 that is 2, 1 + 3 that is 4. ഇതാണ് എ പ്ലസ് ബി എന്ന സം മാട്രിക്സ്. അപ്പോൾ മാട്രിക്സ് അഡിഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്. എയും ബിയും ഒരേ ഓർഡറുള്ള രണ്ട് മാട്രിക്സുകളാണെങ്കിൽ their sum a plus b is defined as a matrix and that matrix is
obtained by adding corresponding entries of A and B. എയിലെയും ബിയിലെയും കറസ്പോണ്ടിങ് എൻട്രീസ് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന മാട്രിക്സ് ആണ് എ പ്ലസ് ബി എന്ന് പറയുന്നത്. എ പ്ലസ് ബിയെ നമ്മൾ സം മാട്രിക്സ് എന്നും പറയാറുണ്ട്, സം മാട്രിക്സ്. ഇനി മാട്രിക്സ് അഡീഷൻ എന്ന ഓപ്പറേഷൻ്റെ പ്രോപ്പർട്ടീസ് നമുക്ക് പരിചയപ്പെടാം. പ്രോപ്പർട്ടീസ് ഓഫ് മാട്രിക്സ് അഡീഷൻ. ഒന്നാമത്തെ പ്രോപ്പർട്ടി ഇതാണ്: ഇഫ് എ ആൻഡ് ബി ആർ ടു മാട്രിസസ് ഓഫ് സെയിം ഓർഡർ ദെൻ എ പ്ലസ് ബി ഈസ് ഈക്വൽ ടു ബി പ്ലസ് എ ആയിരിക്കും. എയും ബിയും ഒരേ ഓർഡറുള്ള രണ്ട് മാട്രിക്സുകളാണെങ്കിൽ എ പ്ലസ് ബി എന്ന് പറഞ്ഞ മാട്രിക്സും ബി പ്ലസ് എ എന്ന മാട്രിക്സും ഈക്വൽ ആയിരിക്കും. അതുകൊണ്ട് പറയാം മാട്രിക്സ് അഡീഷൻ എന്ന് പറയുന്ന ഈ ഓപ്പറേഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണ്. ഒരേ ഓർഡറുള്ള ഏത് രണ്ട് മാട്രിക്സ് എയും ബി എടുത്താലും എ പ്ലസ് ബിയും ബി പ്ലസ് എയും തുല്യമായിരിക്കും. അതുകൊണ്ട് മാട്രിക്സ് അഡീഷൻ എന്ന് പറയുന്ന ഈ ഓപ്പറേഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണ്. 2, ഇഫ് എ ആൻഡ് ബി ആർ if A, B and C are three matrices of same order, if A, B and C are three matrices of same order, then A plus B plus C എന്ന് പറയുന്നത് A plus B plus C യോട് തുല്യമായിരിക്കും. നിങ്ങൾ ആദ്യം A plus B കാണുന്നു, അതിനുശേഷം A plus B plus C കാണുന്നു. അതുപോലെ നിങ്ങൾ ബി പ്ലസ് സി കാണുന്നു, എന്നിട്ട് എ പ്ലസ് ബി പ്ലസ് സി കാണുന്നു. ഇത് രണ്ടും തുല്യമായിരിക്കും. അതുകൊണ്ട് പറയാം മാട്രിക്സ് അഡീഷൻ എന്ന് പറയുന്ന ഈ ഓപ്പറേഷൻ അസോസിയേറ്റീവ് ആണ്. മാട്രിക്സ് അഡീഷൻ ഈസ് അസോസിയേറ്റീവ്. മൂന്നാമത്തെ പ്രോപ്പർട്ടി ഇതാണ്: ഇഫ് എ ഈസ് എ മാട്രിക്സ് ആൻഡ് O is a zero matrix with order same as that of A, then A plus O സമം O plus A സമം A തന്നെ ആയിരിക്കും. എന്ന് വെച്ചാൽ എ എന്ന മാട്രിക്സിൻ്റെ കൂടെ അതിൻ്റെ അതേ ഓർഡറുള്ള സീറോ മാട്രിക്സ് ആഡ് ചെയ്താൽ നമുക്ക് എ എന്ന മാട്രിക്സേ കിട്ടും. അപ്പോൾ എ എന്ന മാട്രിക്സിൻ്റെ കൂടെ അതിൻ്റെ അതേ ഓർഡറുള്ള സീറോ മാട്രിക്സ് ആണ് ആഡ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എ എന്ന മാട്രിക്സേ കിട്ടും. ഇതാണ് മൂന്നാമത്തെ പ്രോപ്പർട്ടി. നാലാമത്തെ കാര്യം ഇതാണ്: ഇഫ് എ ഈസ് എ മാട്രിക്സ് ദെൻ മൈനസ് എ ഈസ് ഡിഫൈൻഡ് ആസ് എ മാട്രിക്സ് obtained by multiplying every element of A by -1. എ ഒരു മാട്രിക്സ് ആണെന്നിരിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ മൈനസ് എ എന്താണ് നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോവാണ്. ഇറ്റ് ഈസ് ഓൾസോ ഡിഫൈൻഡ് ആസ് എ മാട്രിക്സ് ഒബ്റ്റൈൻഡ് ബൈ മൾട്ടിപ്ലൈയിങ് എവറി എലമെൻറ്റ് ഓഫ് എ ബൈ -1. എ എന്ന മാട്രിക്സിലെ ഓരോ എലമെൻറ്റിനെയും -1 കൊണ്ട് ഗുണിക്കുമ്പോൾ കിട്ടുന്ന പുതിയ മാട്രിക്സിനെയാണ് നമ്മൾ മൈനസ് എന്ന് പറയുന്നത്. എ എന്ന മാട്രിക്സിലെ എല്ലാ എലമെൻറ്റുകളെയും -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന പുതിയ മാട്രിക്സിനെയാണ് നമ്മൾ മൈനസ് എ എന്ന് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഉദാഹരണം പറയാം. എ എന്ന മാട്രിക്സ് ഇതാണെന്നിരിക്കട്ടെ, മാട്രിക്സ് 3 2 -1 4 3 5 എന്ന മാട്രിക്സ് ആണെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ മൈനസ് എ എന്ന് പറയുന്ന മാട്രിക്സ് ഇതാണ്. മാട്രിക്സ് -3 -2 1 -4 -3 -5. എ എന്ന മാട്രിക്സിലെ എല്ലാ എലമെൻറ്റുകളെയും -1 കൊണ്ട് ഗുണിക്കുമ്പോൾ കിട്ടുന്ന മാട്രിക്സ് ആണ് മൈനസ് എ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ മൈനസ് എ എന്ന് പറയുന്നത് മാട്രിക്സ് -3 -2 1 -4 -3 -5 ആയിരിക്കും. ഇനി അടുത്ത പ്രോപ്പർട്ടി ആയിട്ട് ഓർത്തിരിക്കേണ്ടതാണ്: എ ഒരു മാട്രിക്സ് ആണെങ്കിൽ എയും മൈനസ് എയും കൂടെ കൂട്ടിയാൽ നമുക്ക് സീറോ മാട്രിക്സേ കിട്ടത്തുള്ളൂ. എ പ്ലസ് മൈനസ് എന്ന് പറയുന്നത് ഒ ആയിരിക്കും, എന്ന് വെച്ചാൽ സീറോ മാട്രിക്സ് ആയിരിക്കും. അപ്പോൾ മാട്രിക്സ് അഡിഷൻ ഡിഫൈൻ ചെയ്തു, മാട്രിക്സ് അഡിഷൻ്റെ പ്രോപ്പർട്ടീസ് പറഞ്ഞു. ഇനി നമ്മൾ അടുത്ത ഓപ്പറേഷനിലേക്ക് പോകാം. സ്കാലാർ മൾട്ടിപ്ലിക്കേഷൻ. അടുത്ത ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ മാട്രിക്സ് സബ്ട്രാക്ഷൻ ആണ്. മാട്രിക്സ് അഡിഷൻ ഡിഫൈൻ ചെയ്തു, ഇനി ഇത് മാട്രിക്സ് സബ്ട്രാക്ഷൻ ഡിഫൈൻ ചെയ്യാൻ പോവാണ്. മാട്രിക്സ് അഡിഷൻ കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ ഓപ്പറേഷൻ മാട്രിക്സ് സബ്ട്രാക്ഷൻ ആണ്. ഇഫ് എ ആൻഡ് ബി ആർ ടു മാട്രിസസ് ഓഫ് സെയിം ഓർഡർ, then we define A minus B is equal to A plus minus B. എയും ബിയും ഒരേ ഓർഡറുള്ള രണ്ട് മാട്രിക്സുകളാണെങ്കിൽ വി ഡിഫൈൻ എ മൈനസ് ബി ഈസ് ഈക്വൽ ടു എ പ്ലസ് മൈനസ് ബി. ഇത് ഓർത്ത് വെച്ചോണം നിങ്ങൾ. എ മൈനസ് ബി ഈസ് ഡിഫൈൻഡ് ആസ് എ പ്ലസ് മൈനസ് ബി. നമുക്ക് ഉദാഹരണത്തിലേക്ക് പോകാം. എ എന്ന് പറഞ്ഞ മാട്രിക്സ് ഇതാണെന്നിരിക്കട്ടെ. മാട്രിക്സ് 7 6 8 5 4 3. ബി എന്ന മാട്രിക്സ് ഇതാണെന്നിരിക്കട്ടെ. മാട്രിക്സ് 1 3 2 2 1 3. എയും ബിയും ഒരേ ഓർഡറുള്ള രണ്ട് മാട്രിക്സുകളാണ്. നമുക്ക് എ മൈനസ് ബി ഡെഫിനിഷൻ പ്രകാരം കണ്ടുപിടിക്കാം. എ മൈനസ് ബി സമം എ പ്ലസ് മൈനസ് ബി ആണ്. ദാറ്റ് എ എന്ന് പറയുമ്പോൾ മാട്രിക്സ് 7 6 8 5 4 3 പ്ലസ് മൈനസ് ബി എന്ന് പറയുമ്പോൾ ഇവിടുത്തെ എല്ലാ എൻട്രീസിനെയും -1 ഗുണിക്കുക. മാട്രിക്സ് -1 -3 -2 -2 -1 -3. ഈ രണ്ട് മാട്രിക്സുകളുടെ സം എന്ന് പറയുമ്പോൾ ഈ രണ്ട് മാട്രിക്സുകളുടെ സം എന്ന് പറയുമ്പോൾ മാട്രിക്സ് 7 + -1 6 6 + -3 3 8 + -2 6 5 + -2 3 4 + -1 3 4 3 + -3 0. ഇതാണ് എ മൈനസ് ബി എന്ന മാട്രിക്സ്. എ പ്ലസ് മൈനസ് ബി എന്നാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ എ പ്ലസ് മൈനസ് ബി കണ്ടാൽ ഈ മാട്രിക്സ് ആണ് കിട്ടുന്നത്. അപ്പോൾ എ മൈനസ് ബി എന്ന് പറയുന്നത് ഈ മാട്രിക്സ് ആണ്. ഇവിടെ നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. എ മൈനസ് ബി കാണാനുള്ള എളുപ്പ വഴി ഇതാണ്. കറസ്പോണ്ടിങ് എൻട്രീസ് കുറച്ച് എഴുതിയാൽ മതി. 7 - 1 6 6 - 3 3 8 - 2 6 5 - 2
3, 4 മൈനസ് 1 3, 3 മൈനസ് 3 0. അപ്പോൾ എ മൈനസ് ബി കാണേണ്ടി വരുമ്പോൾ നിങ്ങൾ ഇതുപോലെ ഡെഫിനിഷൻ അപ്ലൈ ചെയ്ത് കണ്ടുപിടിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. വേണമെങ്കിൽ ഈ ഷോർട്ട് കട്ട് ഓർത്തിരുന്നാലും മതി. എ മൈനസ് ബി ഈസ് ഒബ്റ്റൈൻഡ് ബൈ സബ്ട്രാക്ടിങ് കറസ്പോണ്ടിങ് എൻട്രീസ് ഓഫ് എ ആൻഡ് ബി. അതാണ് ഇവിടെ നോട്ടായിട്ട് എഴുതിയിരിക്കുന്നത്. എ മൈനസ് ബി ഈസ് ഒബ്റ്റൈൻഡ് ബൈ സബ്ട്രാക്ടിങ് കറസ്പോണ്ടിങ് എൻട്രീസ് ഓഫ് എ ആൻഡ് ബി. ഇപ്പോൾ എ മൈനസ് ബി നമ്മൾ ഡിഫൈൻ ചെയ്തു. എ മൈനസ് ബി എന്ന് പറയുന്നത് നിർവചനം ഇങ്ങനെയാണ്. എ മൈനസ് ബിയുടെ ഡെഫിനിഷൻ ഇതാണ്, എ പ്ലസ് മൈനസ് ബി. നിർവചനം ഓർത്തിരിക്കുക. എ മൈനസ് ബി കാണേണ്ടി വരുമ്പോൾ നിങ്ങൾ ഡയറക്റ്റായിട്ട് നിർവചനം ഉപയോഗിക്കുന്നതിന് പകരം ഷോർട്ട് കട്ട് യൂസ് ചെയ്താലും മതി. എയിലെയും ബിയിലെയും കറസ്പോണ്ടിങ് എൻട്രീസ് സബ്ട്രാക്ട് ചെയ്യുക. എയിലെ എലമെൻസിൽ നിന്ന് ബിയിലെ എലമെൻറ്റ്സ് കുറച്ച് എഴുതുമ്പോൾ കിട്ടുന്ന മാട്രിക്സ് ആണ് എ മൈനസ് ബി എന്ന് പറയുന്നത്. അപ്പോൾ എ മൈനസ് ബി കാണാൻ ആ ഷോർട്ട് കട്ട് യൂസ് ചെയ്താൽ മതി. എ മൈനസ് ബി ഈസ് ഒബ്റ്റൈൻഡ് ബൈ സബ്ട്രാക്ടിങ് കറസ്പോണ്ടിങ് എൻട്രീസ് ഓഫ് എ ആൻഡ് ബി. ഇന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് കരുതട്ടെ. ഈ വീഡിയോ നിങ്ങൾ 1 2 തവണ കേൾക്കുക. വീഡിയോ പോസ് ചെയ്ത് നിങ്ങൾ നോട്ട്സ് എഴുതിയെടുക്കുക. എന്നിട്ട് ആ നോട്ട്സ് നിങ്ങൾ പഠിച്ചു മാറുക. ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ അടുത്ത വീഡിയോയിൽ പറയുന്നതാണ്. താങ്ക്